സതീഷ്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് കളിച്ചുകൊണ്ട് ഇഡിയെ സംബന്ധിച്ച് ആ വിശ്വാസ്യതാ പ്രശ്നമുണ്ട്. അതിന് ആവശ്യമുള്ള സ്ഥലത്തേ അത് പോവുകയുള്ളൂ, ആവശ്യമുള്ള സമയത്തേ പോവുകയുള്ളൂ. അതെല്ലാം രാഷ്ട്രീയ കരുനീക്കങ്ങളുടെ ഭാഗമായിട്ട് മാത്രം ചലിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു സംഘമാണെന്ന് കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഇതിനകത്തൊരു ബേസിക് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോഴും കോൺഗ്രസിൻ്റെ ആളുകളും അല്ലെങ്കിൽ ഈ പറയുന്ന BJPയുടെ ആളുകളും എല്ലാം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, 1,72,00,000 രൂപ എന്ത് സർവീസിനാണ് വാങ്ങിച്ചത്? ശരിയാണ്, വാങ്ങിച്ചതിന് രേഖയുണ്ട്, അതിന് നികുതി അടച്ചിട്ടുണ്ട്. പക്ഷേ അത് ED ഫ്രെയിം ചെയ്യുന്ന കേസ് എന്ന് വെച്ചാൽ അത് കള്ളപ്പണമാണ്. കാരണം അങ്ങനെ ഒരു സർവീസ് തിരിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് തെറ്റായി ഉണ്ടാക്കിയിട്ടുള്ള രേഖയാണ് എന്നാണ് അവരുടെ പോയിന്റ്. അപ്പോൾ താങ്കൾക്കെങ്കിലും അറിയാമോ, ഈ വീണ തൈക്കണ്ടി അല്ലെങ്കിൽ വീണ എന്ത് സേവനത്തിനാണ് തൻ്റെ അച്ഛൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് 1,72,00,000 രൂപ ഒരു ഷെയ്ഡി കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചത് എന്ന്? ആ പോർഷൻ മാത്രം ഇപ്പോഴും ബ്ലാങ്കായി കിടക്കുകയാണ്. അതുകൊണ്ട് ഫില്ല് ചെയ്താൽ പിന്നെ പിണറായി വിജയൻ്റെ ഒരു പിന്തുണയ്ക്കുന്നതിൽ കേരളീയരായ ആളുകൾക്ക് ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ സംഗതി ഇപ്പോഴും അവിടെ കിടക്കുകയല്ലേ? ആ സംശയം, സേവനം കൊടുക്കാതെ വാങ്ങിച്ച പൈസ എന്ന പ്രശ്നം കിടക്കുന്നില്ലേ? സേവനം കൊടുക്കാതെ വാങ്ങിച്ച പൈസ എന്ന പ്രശ്നം അവിടെ കിടക്കുന്നില്ല. അത് നിങ്ങളെല്ലാവരും കൂടി സൃഷ്ടിക്കുന്നതാണ്. മീഡിയ വണ്ണിന് ഞാൻ മറ്റു രീതിയിലൊന്നും താങ്കൾ കരുതണ്ട. മീഡിയ വണ്ണി റെയ്ഡ് നടക്കുന്ന സമയത്ത് താങ്കളുടെ റിപ്പോർട്ടർ പോലും അതാ ഒരു നോട്ടുണ്ടെന്ന വിഷയം കൊണ്ടുപോകുന്നതാണോ സംശയിക്കുന്നു എന്നുള്ള രീതിയിൽ വരെ പറഞ്ഞു. അത്രമേൽ ശത്രുതയുണ്ട്. എനിക്കതിലൊന്നും പ്രയാസമില്ല. പക്ഷെ ആ നിലയിലാണ് ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കാണണം. ആരോപണം ആദ്യം എന്തായിരുന്നു? ബാങ്ക് വഴിയല്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആരോപണം. ബാങ്ക് രേഖ വന്നപ്പോൾ GST അടച്ചില്ല എന്നായി. GST രേഖകൾ വന്നപ്പോൾ സ്റ്റേറ്റ് GST അടച്ചില്ല എന്നായി. ധനവകുപ്പ് അത് നിഷേധിച്ചപ്പോൾ അവിടെ അതും പൊളിഞ്ഞു. പിന്നെ സേവനം കിട്ടിയില്ല എന്ന് പറയുന്നു. സേവനം AMC മുഖേന കൃത്യമായി കരാറിൻ്റെ അടിസ്ഥാനത്തിലുള്ള സേവനമാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. സോഫ്റ്റ്വെയർ കൊടുത്ത ശേഷം അതിൻ്റെ പരിപാലനവും അതിൻ്റെ തുടർ സേവനങ്ങളും എല്ലാം നൽകുന്ന കരാറാണ് ഉണ്ടായിട്ടുള്ളത്. അത് വളരെ മേധാവിയുടെ മൊഴി എന്താണ്? അങ്ങനെ ഒരു സേവനവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കർത്ത കൊടുത്ത കാശാണ് അതിന് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. അല്ല, ഒരു കാര്യം, അവിടെ ഒരു റെയ്ഡ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒപ്പിട് ഇവിടെ ഒപ്പിട് എന്ന് പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥന്മാരെ ഒപ്പിട്ട കാര്യത്തിലാണ് ആ കാര്യം വരുന്നത്. അതല്ലാതെ പിന്നീട് വളരെ കൃത്യമായി ഞങ്ങൾക്ക് സേവനം പറയട്ടെ. അല്ലല്ല, താങ്കൾ എന്നെ പറയാൻ അനുവദിക്കാതിരിക്കുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ. അതായത് CMRL തന്നെ ഈ റെയ്ഡിന്റെ ഇടയിൽ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയും പെട്ടെന്നും നൽകി വാങ്ങിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെന്നും ഞങ്ങൾക്ക് കൃത്യമായ സേവനം ലഭിച്ചിട്ടുണ്ട് എന്ന് CMRL തന്നെ ഇവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. ആ എഴുതി കൊടുത്തത് പോലും പരിഗണിക്കാതെ, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് പരിഗണിക്കാതെ, റെയ്ഡിനിടയിലുള്ള കാര്യങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ട് അന്നേരത്തെ ഉദ്യോഗസ്ഥന്മാർ, ചിലർ പ്രധാനപ്പെട്ടതല്ലാത്ത ചില ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ എഴുതി കൊടുത്ത കാര്യങ്ങൾ ഉൾപ്പെടെ ഒപ്പിട്ട് കൊടുത്ത കാര്യങ്ങൾ ആണ് വെക്കുന്നത്. ആ കമ്പനി ഔദ്യോഗികമായി തന്നെ ഞങ്ങൾക്ക് സേവനം ലഭിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി പറയുകയും CMRLന് അങ്ങനെ സേവനം ലഭിച്ചിട്ടില്ല എന്ന് എവിടെയെങ്കിലും ഒരു പരാതി നിലനിൽക്കുന്നുണ്ടോ? എവിടെയും ഒരു പരാതി നിലനിൽക്കുന്നില്ല എന്നുള്ളത് കൃത്യമായി കാണാൻ വേണ്ടി കഴിയും. ഞാൻ ചോദിച്ചാൽ ആ സേവനം എന്താണെന്ന് അറിയാമോ ചോദിക്കാം. ആ പ്രശ്നത്തെ ചൊല്ലിയാണല്ലോ ഇവിടെ വലിയ ആക്ഷേപം ഉന്നയിക്കുന്നത്. എന്നാൽ ഇത്ര മാസങ്ങൾ, ഇത്ര വർഷം പിന്നിട്ട് ആ സേവനം എന്താണെന്ന് വിശദീകരിക്കാൻ ഒരാൾക്കും പറ്റുന്നില്ല. ആ കമ്പനിക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ സേവനങ്ങളാണ് നൽകിയത്. അത് AMC ആയിരുന്നു. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് വേറെ കൃത്യമായി നൽകിയിട്ടുള്ളത്. അല്ല, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്ന് വെച്ചാൽ കൊടുക്കുന്ന സേവനങ്ങൾക്കുള്ള കോൺട്രാക്റ്റാണ്, മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ ചോദിക്കുന്നത് സജീഷ്, ഇതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് ചോദിച്ചാൽ, ഈ എക്സലോജി കമ്പനിയെക്കുറിച്ച് അവർ സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന കമ്പനി എന്നാണ് പരിചയപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ആ കമ്പനിയിൽ അതിൻ്റെ വെബ്സൈറ്റും ഇല്ല. പക്ഷേ CMRL അവർ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ വാങ്ങിക്കേണ്ട തരത്തിലുള്ളൊരു കമ്പനി അല്ല താനും. അതിന് വളരെ മിനിമലായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ആവശ്യമുള്ളൂ. 1,72,00,000 രൂപ മുടക്കി സോഫ്റ്റ്വെയർ വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യവും ഒരു റിക്വയർമെൻറ്റും ഇല്ലാത്ത കമ്പനിയാണ് CMRL. അവിടെയാണ് ഈ സംശയം. അപ്പോഴാണത് കൃത്യമായിട്ട് വിശദീകരിക്കേണ്ടി വരുന്നത്. വിശദീകരിക്കുന്നില്ല. മറ്റു പല കമ്പനികളും വിവാദം ഉണ്ടായപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ട്രാഫിക് ക്യാമറകൾ വെച്ചതിന് വലിയ വിവാദം ഉണ്ടായപ്പോൾ അത് കമ്പനികൾ വിശദീകരിച്ചല്ലോ. ഇത് എക്സലോജിക്ക് വിശദീകരിക്കുന്നില്ല, എക്സലോജിക്കിൻ്റെ ഉടമ വിശദീകരിക്കുന്നില്ല, അവരുടെ അച്ഛൻ വിശദീകരിക്കുന്നില്ല, അവരുടെ പാർട്ടി വിശദീകരിക്കുന്നില്ല, ആരുമില്ല. അവിടെയാണ് ഈ സംശയം ഉയർത്തിക്കൊണ്ട് ആക്രമിക്കാൻ എല്ലാവർക്കും കഴിയുന്നത്. ആ ഏരിയ കൂടി നിങ്ങൾ ക്ലിയർ ചെയ്താൽ പിന്നെ നിങ്ങൾ സെറ്റാണെന്നാണ് ഞാൻ പറയാം. അല്ല, ഒരു കാര്യം അതിൽ വ്യക്തമാണ്. അതായത് CMRL ഞങ്ങൾക്ക് സേവനം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുകയും മാത്രവുമല്ല, ഏതെങ്കിലും രീതിയിൽ ഈ തരത്തിലുള്ള ഒരു കൈക്കൂലി വാങ്ങുന്നത് ഓഡിറ്റും ബാലൻസ് ഷീറ്റും ഉള്ള കമ്പനി എവിടെയെങ്കിലും രേഖാപരമായിട്ട് വാങ്ങുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ?
കൃത്യമായി ടാക്സ് അപ്പോൾ അങ്ങനെ അടച്ച് വാങ്ങിക്കാം. കൃത്യമായി TDS അടച്ച് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് വാങ്ങിയ തുണമാണ്. പിന്നെ പറയട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ആ കമ്പനിക്ക് ആവശ്യമായ സേവനം, സോഫ്റ്റ്വെയർ സേവനം കൊടുത്തിട്ടുണ്ട്. ആ സോഫ്റ്റ്വെയർ സേവനത്തിന് ആനുവൽ മെയിൻ്റനൻസും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കമ്പനി നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനെ നിർവഹിക്കുന്ന സമയത്ത് സോഫ്റ്റ്വെയറിൻ്റെ സാധാരണ എങ്ങനെയാണ് തുക കണക്കാക്കുക എന്ന് പറഞ്ഞാൽ, സോഫ്റ്റ്വെയറിൻ്റെ തുകയും അതിൻ്റെ കൂടെ 10 മുതൽ 25% വരെ ഈ മെയിൻ്റനൻസ് തുകയും കണക്കാക്കും. അങ്ങനെ ആ കമ്പനിക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ, ഇപ്പോൾ മീഡിയ വണ്ണിൽ ഏതെല്ലാം സോഫ്റ്റ്വെയർ ആണെന്ന് പറയാൻ പറ്റും. നിങ്ങൾ പല സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ടാകും. ഓരോ കമ്പനികൾക്കും ആ കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാകും. നമ്മൾ പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നില്ലേ? ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ചാണല്ലോ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക. ഏതെങ്കിലും ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ എടുത്ത് കൊടുക്കുകയല്ലല്ലോ ചെയ്യുന്നത്. അല്ല, സോഫ്റ്റ്വെയർ ആ കമ്പനിക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ സോഫ്റ്റ്വെയറിന് മെയിൻ്റനൻസ് നടത്തിയിട്ടുണ്ട്. ഒരുമിച്ച് ഈ പറഞ്ഞ 1.72 ലക്ഷം, 1,72,00,000 രൂപ വാങ്ങിയതല്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഈ ഏജൻസികളെല്ലാം പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധനയ്ക്കൊന്നും ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. ഇങ്ങനെ വെളിയിൽ വിടേണ്ട കാര്യമല്ലല്ലോ. അന്വേഷണം നടക്കുന്ന ഓരോ കാര്യത്തിലും അന്വേഷണ ഏജൻസികൾ അത് അന്വേഷിച്ചോളുമല്ലോ. അങ്ങനെ അന്വേഷിച്ചിട്ട് ഈ പറഞ്ഞ രീതിയിൽ ആ കമ്പനിക്ക് ആവശ്യമുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്, അതിന്റെ മെയിൻ്റനൻസ് നൽകിയിട്ടുണ്ട്, അതിനാവശ്യമായ തുകയും വിവിധ ഘട്ടങ്ങളിൽ ആ കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഈ പണം വാങ്ങിയതല്ല, വിവിധ ഘട്ടങ്ങളിലായി വാങ്ങിയിട്ടുണ്ട്.